നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ടെസ്റ്റ് പീരിയഡ് അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ PYQs ആണ് നോക്കാൻ പോകുന്നത്. ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൽ ഖാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20 അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായ് ഖിദ്മത് ഖാർ എന്ന സംഘടന രൂപീകരിച്ചു. അപ്പം ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏത്? ഇത് രൂപീകരിച്ചത് 1953 ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. അപ്പം ഇതിൽ എങ്ങനെയാണ് വരിക നോക്ക്. ഇത് ഷാ കമ്മീഷൻ എന്നല്ലല്ലോ അറിയപ്പെടുക. ഫസൽ അലി, HN കുൻസ്രു എന്നിവരിലെ അംഗങ്ങളായിരുന്നു. ഫസൽ അലി കമ്മീഷൻ എന്നാണ് ഈ കമ്മീഷന്റെ പേര് വരുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് 1, 3, 4 മാത്രം എന്നാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ കുറച്ച് ഇവന്റ്സും അതിന്റെ ഇയേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മാച്ച് ചെയ്യണം. രണ്ടാം വട്ടമേശ സമ്മേളനം, പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു, ബർദോളി സത്യാഗ്രഹം. അപ്പം ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. വർഷങ്ങൾ 1922, 1928, 1931, 1939. അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനം എപ്പോഴാണ് വരിക? 1931 അല്ലേ. മറ്റേ ഗാന്ധി ഇർവിൻ പാക്ട് ഒക്കെ വരുന്നതൊക്കെ ഈ ഒരു സമയത്താണ്. 1931 പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു. അത് 1939 വരുന്നത്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. ചൗരി ചൗരയ്ക്ക് ശേഷമാണ് 1922. അപ്പം ഓപ്ഷൻ അത് എയിലേക്കാണ് കണക്ട് ചെയ്യുക. ഇനി ബർദോളി സത്യാഗ്രഹം 1928. അപ്പം നമ്മളിത് പറഞ്ഞത് വെച്ച് 1C, 2D, 3A, 4B ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? 1944 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. അപ്പം അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 44 42 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിക്കുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. പീത്തിക് ലോറൻസ്, അതുപോലെ സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരാണ് അതിലുണ്ടായിരുന്ന മെമ്പേഴ്സ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, 1945 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തു. അത് ശരിയാണോ? അല്ല. ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർക്കുകയല്ല, അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. പിന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് വരുന്നത്, മൗണ്ട് ബാറ്റൻ പ്രഭു ആണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. ജൂൺ 3 പ്ലാൻ എന്ന് അറിയപ്പെടും മൗണ്ട് ബാറ്റൻ പ്ലാൻ. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതിൽ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? 2ഉം 4ഉം ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, mere political Swaraj would mean English rule without the Englishman. Who argued this? അപ്പൊ ആരാണ് ഇംഗ്ലീഷ് റൂൾ വിത്തൗട്ട് ഇംഗ്ലീഷ്മൻ ആണ് ഒരു പൊളിറ്റിക്കൽ സ്വരാജ് എന്ന് പറയുന്നത്? മിയർലി അതായിരിക്കും എന്ന് പറയുന്നത് അത് ഗാന്ധിയാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞത്. സാമൂഹിക സ്ഥാപനങ്ങളുമായും പരിഷ്കാരങ്ങളുമായും ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. 1829 ഡിസംബർ 4 ഹിന്ദുക്കളുടെ വിധവകളെ ജീവനോടെ കത്തിക്കുന്ന അല്ലെങ്കിൽ ജീവനോടെ കുഴിച്ചുമൂടുന്ന സതി ആചാരം ക്രിമിനൽ കോടതികൾ നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാണെന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. അതിനുവേണ്ടി പ്രവർത്തിച്ച സോഷ്യൽ റിഫോമർ ആരായിരുന്നു? രാജാറാം മോഹൻ റോയ് ആയിരുന്നു അല്ലെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, വിദ്യാഭ്യാസം, സാമ്പത്തിക സമ്മർദ്ദം, കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ തകർച്ച എന്നിവ മൂലമാണ് വിദ്യാസമ്പന്നരായ വിഭാഗങ്ങൾക്കിടയിൽ വിവാഹപ്രായം വർദ്ധിക്കുന്നത്. അപ്പം അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് വരുന്നത്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ജാതിയുടെയും കുടുംബത്തിന്റെയും കാര്യത്തിൽ ഇടപെടാത്ത നയമാണ് പിന്തുടർന്നത്. ഈ സ്ഥാപനങ്ങളെ അടയാളപ്പെടുത്തിയ മാറ്റങ്ങൾ മിക്കവാറും സർക്കാർ നടപടികളല്ല, മറിച്ച് സാമൂഹിക സ്വഭാവമുള്ള ഘടകങ്ങളാണ്. അപ്പൊ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവർ ഫോളോ ചെയ്തത് ഒരു പോളിസി ഓഫ് നോൺ ഇന്റർഫിയറൻസ് തന്നെയായിരുന്നു. കൂടുതലായിട്ടും അവർ കൊണ്ടുവന്നത് റിഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സമൂഹത്തിൽ ഈ നിലനിൽക്കുന്ന അനാചാരങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ടുവരാനുള്ള ഒരു റിഫോർമേറ്റീവ് കാര്യങ്ങളാണ് അവർ കൊണ്ടുവന്നത്. കുറേയൊന്നും ഗവൺമെന്റ് പോളിസീസ് ആയിരുന്നില്ല. അപ്പം ഈ തേർഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1, 2 and 3. അടുത്ത ചോദ്യം മിഡീവൽ ഇന്ത്യയിലെ ആർക്കിടെക്ചറിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ മുഗൾ കലയെയും വാസ്തുവിദ്യയെയും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. സനാഡുവിലെ ഗുബ്ലൈഖാൻസ് കൊട്ടാരത്തിന്റെ സ്വപ്ന മാതൃകയായ ഫത്തേപൂർ സിക്രി അക്ബർ നിർമ്മിച്ചു. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അക്ബറാണ് കുബ്ലൈഖാൻ കൊട്ടാരത്തിന്റെ മോഡലിൽ ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത്.
ജഹാംഗീർ ആരംഭിച്ചത് ഇൻഡോ ഇസ്ലാമിക് ബറോക്ക് ശൈലിയിലാണ്. അപ്പൊ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആഗ്രയിലെ മോത്തി മസ്ജിദ് ഔറംഗസേബ് നിർമ്മിച്ചതാണ്. അത് ശരിയാണോ? മോത്തി മസ്ജിദ് ആരാണ് നിർമ്മിച്ചത്? ആക്ച്വലി 2 മോത്തി മസ്ജിദ് ഉണ്ട്, ഒന്ന് ആഗ്രയിലും ഒന്ന് ഡൽഹിയിലെ റെഡ് ഫോർട്ടിലും. അപ്പൊ ആഗ്രയിലെ മോത്തി മസ്ജിദ് ഔറംഗസേബ് അല്ല, ഷാജഹാൻ ആണ് നിർമ്മിച്ചത്. റെഡ് ഫോർട്ടിലുള്ളതാണ് ഔറംഗസേബ് നിർമ്മിച്ചത്. അപ്പൊ ആഗ്രയിലുള്ളത് ആരാണ്? ഷാജഹാൻ ആണ്. അതുകൊണ്ട് 3rd സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇവിടെ 3rd സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ തന്നെ 3 ഓപ്ഷൻസ് പോവും. ഓപ്ഷൻ ബി ഓൺലി 1 and 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? അപ്പൊ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ സബ്സിഡിയറി അലയൻസ് സിസ്റ്റം അല്ലെ? അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടത് സൈനിക സഹായ വ്യവസ്ഥ നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകി ആണോ? അല്ലല്ലോ, പരിപൂർണ അധികാരം ഇല്ലല്ലോ. കുറച്ച് അധികാരമൊക്കെ എന്താണ്, കുറെ കാര്യത്തിലെ ലിമിറ്റേഷൻസ് ഒക്കെ വരുത്തി അവിടെ റെസിഡന്റിനെ ഒക്കെ ഏർപ്പാടാക്കുകയാണ് ചെയ്തത്. അപ്പം പരിപൂർണ അധികാരം നാട്ടുരാജാക്കന്മാർക്ക് കൊടുത്തിട്ടില്ല. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഈ സൈന്യത്തിന്റെ എക്സ്പെൻസസ് മുഴുവൻ അവർ നോക്കണമെന്നും ഒരു കാര്യം ഉണ്ടായിരുന്നു. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവിന് മറ്റ് വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാവുന്നതാണ്. അല്ലല്ലോ, വേറൊരു ഫോറിൻ അലയൻസ് വരണമെങ്കിൽ ആരുടെ ഇത് വേണം? ഇവരുടെ അസെന്റ് വേണം. ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഫോറിനേഴ്സ് ആയിട്ട് ഇവർക്ക് ബന്ധം സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 3rd സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ 1 and 4 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. സംഘം പീരീഡിലെ സൊസൈറ്റീസും അവരുടെ ഒക്യുപ്പേഷൻസും ലൈവ്ലിഹുഡ് കാര്യങ്ങളാണ് തന്നിരിക്കണേ. അപ്പം മരുതം, പാലൈ, മുല്ലൈ, നെയ്തൽ അവരുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അനുസരിച്ചിട്ട് അവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ മരുതം, പാലൈ, മുല്ലൈ, നെയ്തൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവരുടെ ലൈവ്ലിഹുഡ് അവരെന്താണ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് അടുത്ത ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അനിമൽ ഹസ്ബൻഡറി, സോൾട്ട് മാനുഫാക്ചറിങ്, വെറ്റ്ലാൻഡ് അഗ്രികൾച്ചർ, പ്ലണ്ടറിങ്. അപ്പൊ മരുതം നമുക്കറിയാം ഒരു കൃഷിയായിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്, വെറ്റ്ലാൻഡ് അഗ്രികൾച്ചർ ആണ് വരിക. പാലൈ അവിടെ പ്ലണ്ടറിങ് ആണ്, കൊള്ളക്കാരൊക്കെയാണ് പാലൈ അവിടെ ഉണ്ടായിരുന്ന റീജിയനിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ 2 പ്ലണ്ടറിങ് ആണ്. മുല്ലൈ വരുന്നത് അനിമൽ ഹസ്ബൻഡറി ആണ് വരിക. കുറച്ചും കൂടെ പുൽമേടുകളൊക്കെ ഉള്ള സ്ഥലം, ആ ഒരു ഭാഗത്ത് താമസിക്കുന്നവരെയാണ് മുല്ലൈ പറയുക, താഴ്വരകളിലൊക്കെ. അപ്പൊ അവിടെ കൂടുതലും ഈ പറയുന്ന പോലെ അനിമൽ ഹസ്ബൻഡറി ആണ്. പിന്നെ നെയ്തൽ കോസ്റ്റൽ റീജിയൻ ആണ്. അപ്പൊ അവിടെ എന്താണ്, സോൾട്ട് മാനുഫാക്ചറിങ് ആണ് ഉണ്ടാവുക. അപ്പൊ ഈ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്നത് 1C, 2D, 3A, 4B ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? അപ്പം നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബംഗാൾ ദേശീയ സർവകലാശാല, ജാമിയ മിലിയ ഡൽഹി, ഡൽഹി സർവകലാശാല, ശാന്തി നികേതൻ. അപ്പൊ ഇതിലേതാണ് കറക്റ്റ് ആൻസർ വരിക? ഡൽഹി സർവകലാശാല ആക്ച്വലി 1922 ബ്രിട്ടീഷുകാരുടെ കീഴിലാണ് വരുന്നത്. ശാന്തിനികേതൻ 1901 ടാഗോർ ആണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പം 3ഉം 4ഉം നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പെടുന്നതായിരുന്നില്ല. അപ്പൊ 1, 2 ആണ് വരുന്നത്, ഉൾപ്പെടാത്തതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് 3ഉം 4ഉം ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഡൽഹി സർവകലാശാല അതുപോലെ ശാന്തിനികേതൻ ആണ് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? ചേര രാജവംശം, മൂഷക രാജവംശം, ആയ് രാജവംശം, ചോള രാജവംശം. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ കാണാം 2 വെച്ചിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഉൾപ്പെടാത്ത 2 ആണ് ഉള്ളത്. നമുക്കറിയാം മൂവേന്ദർസ് ആരൊക്കെയാണ്? ചേര, ചോള, പാണ്ഡ്യാസ് ആണ്. അപ്പൊ അതിൽ ചേര ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചോള കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ പെടാത്തത് മൂഷക, ആയ് ആണ്. 2 and 3 ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത്? ജമാഅത്ത് ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ്, CPML. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് നിരോധിച്ചിട്ടുണ്ടാവുക? ഓപ്ഷൻസ് നോക്കിയേ. അപ്പൊ ഇതില് ഈ 4 ഓർഗനൈസേഷനും ആക്ച്വലി അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ ഡി മുകളിലുള്ളവയെല്ലാമാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവരിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? സൂര്യ സെൻ, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ് ഇവരാരുമല്ല. അപ്പം 1931 മാർച്ച് 23 3 പേരെയാണ്, റെവല്യൂഷണറീസ് ആയിട്ടുള്ള 3 പേരെയാണ് തൂക്കിക്കൊന്നത്.
സുഖ്ദേവ്, രാജ്ഗുരു, ഭഗത് സിംഗ്. അപ്പൊ ഇതിൽ ആരാണ് നമ്മുടെ ഓപ്ഷൻസിലുള്ളത്? ഓപ്ഷൻ ബി രാജ്ഗുരു ആണ് ഉത്തരം വരിക. ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ബിപാൻ ചന്ദ്ര, രാമചന്ദ്ര ഗുഹ, സുമിത് സർക്കാർ, രണാജിത് ഗുഹ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, രാമചന്ദ്ര ഗുഹയാണ് ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന് പുസ്തകം എഴുതിയത്. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്, ഇന്ദിരാഗാന്ധി, ലാൽ ബഹാദൂർ ശാസ്ത്രി, എൻ ജി രംഗ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. ഓപ്ഷൻ സി ആണ് വരുന്നത്, ലാൽ ബഹാദൂർ ശാസ്ത്രി. 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ലാത്തത്? അപ്പം ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്: മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര. ഏതായിരിക്കും ആൻസർ? ആക്ച്വലി 1971 നോർത്ത് ഈസ്റ്റേൺ റീജിയൻ റീ ഓർഗനൈസേഷൻ ആക്ട് പ്രകാരമാണ് 3 സംസ്ഥാനങ്ങൾ വന്നത്. ആ 3 സംസ്ഥാനങ്ങൾ മണിപ്പൂർ, മേഘാലയ, ത്രിപുരയാണ്. അപ്പൊ അതിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ്, നാഗാലാൻഡ് ആണ് വരുന്നത്. അടുത്ത ചോദ്യം: വ്യവസായവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി, അതായത് പിന്നീട് വന്ന പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു പ്രെഡസിസർ ആയിട്ട് വന്ന സംഭവമാണ് ഈ ദേശീയ ആസൂത്രണ സമിതി. അത് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? മോത്തിലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, BG തിലക്, മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പം ഇദ്ദേഹം തന്നെയായിരുന്നു ഹരിപുര സെഷൻ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് വന്നതും. അതിൽ വെച്ചാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ആശയത്തിനെ പറ്റി ആദ്യം പറയുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സുഭാഷ് ചന്ദ്രബോസ് ആണ് ഈ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. പിന്നെ അതിന്റെ നേതാവായിട്ട് അല്ലെങ്കിൽ അതിന്റെ നേതൃസ്ഥാനത്തേക്ക് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ വന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത്? ജൻജാഗരൺ യാത്ര, ദണ്ഡി യാത്ര, സമാജ് സമതാ യാത്ര, ഹരിജൻ യാത്ര. ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, ഹരിജൻ യാത്രയാണ് 1933 നടത്തിയത് കേട്ടോ. അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? പുരാണ കില, ആഗ്ര കോട്ട, ലാഹോർ കോട്ട, അലഹബാദ് കോട്ട. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ആഗ്ര കോട്ടയും അലഹബാദ് കോട്ടയും ലാഹോർ കോട്ടയൊക്കെ അക്ബറിന്റെ സമയത്ത് തന്നെയാണ് നിർമ്മിച്ചത്. ഓപ്ഷൻ എ പുരാണ കിലയാണ് അതിൽ പെടാത്തത് വരുന്നത്. പുരാണ കില മെയിൻലി കോൺട്രിബ്യൂട്ട് ചെയ്തത് ഷേർഷാ സുരിയും അതുപോലെ പിന്നെ ഹുമയൂണുമാണ്. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. കാൺപൂർ, ബീഹാർ, ഡൽഹി, ഝാൻസി. പിന്നെ സെക്കൻഡ് ലിസ്റ്റിൽ കൻവർ സിംഗ്, റാണി ലക്ഷ്മിബായി, നാനാ സാഹേബ്, ബഹദൂർ ഷാ രണ്ടാമൻ. അപ്പൊ ഇതിൽ കാൺപൂരിൽ ആരായിരുന്നു? നാനാ സാഹേബ് ആയിരുന്നു അല്ലെ. അപ്പൊ 1-3, ബീഹാറിൽ 2 കൻവർ സിംഗ് ആണ്, 2-1. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ 3-4. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി 4-2. അപ്പൊ ഈ ഒരു ഓപ്ഷൻ വരുന്നത് എവിടെയാണ്? ബി ആണ് അല്ലെ. 1-3, 2-1, 3-4, 4-2 വരുന്നത് ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. അപ്പൊ ഇതിൽ ഏതാണ്? കറാച്ചി സമ്മേളനം, കൽക്കത്ത സമ്മേളനം, ലാഹോർ സമ്മേളനം, നാഗ്പൂർ സമ്മേളനം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ഇത് ചോദിച്ചിട്ടുണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. അതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനത്തിൽ മെയിൻലി 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡന്റ് ആയിട്ടുള്ളത്. പിന്നെ പറഞ്ഞ 3 കാര്യങ്ങൾ, അതിൽ അവർ പ്രപ്പോസ് ചെയ്ത മെയിൻ 3 കാര്യങ്ങൾ പൂർണ്ണ സ്വരാജ്, അതുപോലെ ജനുവരി 26 1930 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കണം. പിന്നെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഗാന്ധിജിയുടെ കൂടെ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് കൊണ്ടുവന്നു. ഈ 3 കാര്യങ്ങളും ലാഹോർ സമ്മേളനത്തിലാണ് നടന്നത്. 1929 ലാഹോർ സമ്മേളനം നടക്കുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ലാഹോർ സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ താഴെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡന്റ്ഷിപ്പിന്റെ വർഷങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. അപ്പൊ ചിലപ്പോൾ നമുക്ക് എല്ലാ പ്രസിഡൻസിനെയും എല്ലാ സെഷനിലെ പ്രസിഡൻസിനും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില സെഷൻസ് ഉണ്ട്, അതിന്റെ പ്രസിഡൻസ് ആരാണെന്ന് നമ്മൾ ഓർത്തിരിക്കുക വേണം. അപ്പം അത് ഓർമ്മയുണ്ടെങ്കിൽ തന്നെ ബാക്കി നമുക്ക് ഗസ് വർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബാക്കി ഇപ്പം 2-3 നമുക്ക് കിട്ടിയില്ലെങ്കിലും ആ അറിയുന്ന സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഹക്കീം അജ്മൽ ഖാൻ, അബുൽ കലാം ആസാദ്, മഹാത്മാഗാന്ധി, വല്ലഭായ് പട്ടേലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 1924, 1921, 1931, 23 4 ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മഹാത്മാഗാന്ധി 1924 ബൽഗാം സെഷൻ ആണെന്നും
അതുപോലെ വല്ലഭായ് പട്ടേൽ എവിടെയാ വരിക? കറാച്ചി സെഷനാണ് 1931. അപ്പൊ ഇത് രണ്ടും നമുക്ക് അറിഞ്ഞിരുന്നാൽ തന്നെ ബാക്കി രണ്ടും നമുക്ക് കിട്ടും. കാരണം C1 D3 വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഇതിലുള്ളൂ, ഓപ്ഷൻ ഡി. അപ്പം അത് തന്നെ അറിഞ്ഞിരുന്നാൽ നമുക്ക് A2 B4 ആണെന്ന് അറിയാൻ പറ്റും. A 1921 ആണ് അഹമ്മദാബാദ് സെഷൻ. അതുപോലെ ബി അബുൽ കലാം ആസാദ് ഡൽഹിയിലെ സ്പെഷ്യൽ സെഷൻ ആണ് 1923. അപ്പം നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പം എല്ലാ ഉത്തരവും എല്ലാ കോൺഗ്രസ് സെഷനും അതിന്റെ പ്രസിഡൻസിനെ അറിഞ്ഞില്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിലത് ലാഹോർ സെഷൻ, അതുപോലെ കറാച്ചി സെഷൻ, കൽക്കത്ത സെഷൻ, അങ്ങനത്തെ സെഷൻസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്തത് ഇന്ത്യൻ പത്രങ്ങളും അതിന്റെ സ്ഥാപകരും താഴെ കൊടുക്കുന്നു. അവരിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക. ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, സംബാദ് കൗമുദി രാജാറാം മോഹൻ റോയ്, ഹിന്ദു പാട്രിയറ്റ് മധുസൂദൻ റേ, മിറാത്തുൽ അക്ബർ ഫിറോസ് ഷാ മേത്ത. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള ജോഡി? ഓപ്ഷൻ 4 ആണ്. മിറാത്തുൽ അക്ബർ ഫിറോസ് ഷാ മേത്ത അല്ല, രാജാറാം മോഹൻ റോയ് ആയിരുന്നു കേട്ടോ. അപ്പൊ അതാണ് അവിടുത്തെ ആൻസർ വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. വീണ്ടും ലാഹോർ ആണ് വന്നേക്കുന്നത്. പറഞ്ഞില്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് അറിയാം ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 3 ആണ് തെറ്റ് വരുന്നത്. സുഭാഷ് ചന്ദ്രബോസ് അല്ലായിരുന്നു. ആരായിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? നെഹ്റു ആയിരുന്നു. ബാക്കി രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ആണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ്? ബഹദൂർ ഷാ സെക്കൻഡ്, നാനാ സാഹിബ്, താന്തിയ തോപ്പി, കൻവർ സിംഗ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. താന്തിയ തോപ്പിയാണ് ഉത്തരം വരുന്നത്. അടുത്തത്, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, മധ്യപ്രദേശ്. നമുക്കറിയാലോ, പോറ്റി ശ്രീരാമുലും ഒക്കെ പട്ടിണി കിടന്ന് അങ്ങനെയാണ് അവിടെ ലിംഗ്വിസ്റ്റിക് ബേസിസിൽ ആന്ധ്രാപ്രദേശ് രൂപം കൊണ്ടുവരണം എന്നുള്ള സംഭവം വന്നത്. അപ്പൊ ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ടത് ആന്ധ്രാപ്രദേശാണ്. തെറ്റായ ജോഡി കണ്ടെത്തുക. അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ, ഗദർ പാർട്ടി ലാലാ ഹർദയാൽ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെൻ, അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് വരുന്നത് അനുശീലൻ സമിതിയാണ്. അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ് അല്ല. ആരാണ് വരുന്നത്? ബരീന്ദർ കുമാർ ഘോഷ്, അവരൊക്കെയാണ് വരുന്നത്. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ കുറിച്ചുള്ള, അതായത് പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം, അതിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ജമീന്ദാർ ആയിരുന്നു. അപ്പൊ ജമീന്ദാരി സിസ്റ്റം എന്നും അതിനെ പറയുമല്ലോ അല്ലെ, പെർമനന്റ് സെറ്റിൽമെന്റ്. അപ്പൊ ജമീന്ദാർ ആയിരുന്നു. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പാക്കിയിരുന്നത്. ഇപ്പൊ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് മാത്രമാണോ? അല്ല, ബംഗാൾ, ഒഡീഷ ഒക്കെ കുറച്ച് ഈസ്റ്റേൺ സൈഡിലാണ്. അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? 1ഉം 3ഉം ആണ് ശരി ഉത്തരങ്ങൾ വരുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി അടുത്ത ചോദ്യം വരുന്നത്, ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിന്റെ ശരിയായ ക്രമത്തിൽ തിരഞ്ഞെടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം, ഖേദ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘനം പ്രസ്ഥാനം. അപ്പൊ ഇതിൽ ഏത് ആദ്യം വരിക? നമുക്കറിയാം ചമ്പാരൻ ആണ് ആദ്യം വരുന്നത് 1917. പിന്നെ വരിക ഖേദയാണ് 1918. പിന്നെ ആദ്യം നിസ്സഹകരണ പ്രസ്ഥാനമാണ് 1920s. പിന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം 30s വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഓർഡർ എങ്ങനെയാ വരുന്നത്? 3, 2, 1, 4 എന്നാണ് ഇതിന്റെ ഓർഡർ വരുന്നത്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? അപ്പൊ തെറ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 1, ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലി ആണ്. ആണോ? അല്ല. ഫൈസാബാദിൽ ആരായിരുന്നു? മൗലവി അഹമ്മദുള്ള ആയിരുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. അപ്പൊ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. ആരായിരുന്നു ലക്നൌവില്? ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു അല്ലെ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. നമുക്ക് അടുത്ത 2 സ്റ്റേറ്റ്മെന്റും കൂടെ നോക്കാം. ബീഹാറിലെ അറയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്. അത് ശരിയാണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. അപ്പൊ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ട് വരുന്നത് 2 എണ്ണമാണ്. 1ഉം 2ഉം. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനം, ബോംബെ സമ്മേളനം പൂർണ്ണ സ്വരാജ്, ലാഹോർ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം, സൂറത്ത് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം. അപ്പൊ നമുക്കിതിൽ നോക്കുമ്പോൾ അറിയാം നാഗ്പൂർ സെഷനിലാണ് നോൺ കോപ്പറേഷൻ
മൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നത്. അത് ശരിയായിട്ടുള്ളതാണ്. ബോംബെ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയമാണ് വന്നത്. അതുപോലെ ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് ആണ് വരുന്നത്. അപ്പൊ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സൂറത്ത് സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിഭജനം. അപ്പൊ സൂറത്ത് സ്പ്ലിറ്റ് എന്നാണ് അതിനെ അറിയപ്പെടുക അല്ലെ, സൂറത്ത് സ്പ്ലിറ്റ് എന്നാ പറയാ. അപ്പൊ അത് ശരിയായിട്ടുള്ളൊരു ജോഡിയാണ്. അപ്പൊ 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡാൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെ? ഡൽഹി, അവധ്, ബംഗാൾ, മദ്രാസ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ, അവധാണ്. അവധിനെ പറ്റിയിട്ടാണ് ഡാൽഹൌസി പ്രഭു അങ്ങനെ പറഞ്ഞത്. ഇനി അടുത്തത് വീണ്ടും ലാഹോർ സമ്മേളനത്തിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബന്ധപ്പെടാത്തത് തെറ്റായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചേക്കണേ. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പൂർണ്ണ സ്വരാജ് ആണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അപ്പൊ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നിസ്സഹകരണ സമരം ആരംഭിക്കുക, അതാണോ പറഞ്ഞത്? നിസ്സഹകരണമാണോ? അല്ലല്ലോ, നിയമലംഘനാണ് പറഞ്ഞത്. നോൺ കോപ്പറേഷൻ അല്ല, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആണ് നമ്മൾ ഇവിടെ 1929 ലാഹോർ സെഷനിൽ പറഞ്ഞത്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത് 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കണം. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ 3 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, റൗലറ്റ് നിയമം, വാഗൺ ട്രാജഡി, ചൗരി ചൗര സംഭവം. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ജാലിയൻ വാലാബാഗിന് ശേഷമാണ് ഗാന്ധിജി കൈസർ എ ഹിന്ദ് തിരിച്ചു കൊടുത്തത്. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. കുടിയരശ് ഇ വി രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവു ഫൂലെ, സമ്പത്ത് കൗമുദി ശ്രീനാരായണ ഗുരു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള ആകെ ഒരൊറ്റ ജോഡിയേ ഉള്ളൂ, സമ്പത്ത് കൗമുദി. അത് ശ്രീനാരായണ ഗുരു അല്ല. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ബാക്കി 3ഉം ശരിയായിട്ടുള്ള പയാസാണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 3ഉം ശരി ഉത്തരാണ് കേട്ടോ. അടുത്തത്, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് വാഞ്ചി അയ്യർ, അരുണ അസഫ് അലി, ചന്ദ്രശേഖർ ആസാദ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പൊ നമുക്ക് ഇതിൽ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ സമരങ്ങൾക്ക് നേതൃത്വം നൽകി എന്നുള്ള ഒറ്റ സ്റ്റേറ്റ്മെന്റ് തന്നെ കിട്ടും. ഓപ്ഷൻ ഡി ആണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് ഫ്രണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന ആള്. അപ്പം അതിർത്തി ഗാന്ധി എന്നൊക്കെ അദ്ദേഹത്തിന്റെ വിശേഷണമാണ്. അപ്പം അതാണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. അപ്പൊ ഇതേ വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ നമ്മളോട് ചോദിച്ചത് ഏത് രാജ്യത്തിനെയാണ് വിശേഷിപ്പിച്ചതെന്നാണ്. ഇപ്പൊ ആരാണ് വിശേഷിപ്പിച്ചതെന്നാണ് ചോദിക്കുന്നത്. വാരൻ ഹേസ്റ്റിംഗ്, കാനിങ് പ്രഭു, ഡാൽഹൌസി പ്രഭു, വില്യം ബെന്റിക് പ്രഭു. നമുക്ക് ആൻസർ ഓൾറെഡി അറിയാം. ഓപ്ഷൻ സി ആണ്. ഡാൽഹൌസി പ്രഭു ആണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആര്? അപ്പം തീവ്രവാദികൾ ആരാന്ന് നമുക്ക് മെയിൻലി 3 പേരാണ്. ലാൽ ബാൽ പാൽ. അപ്പൊ ഇവിടെ നോക്കുക, ഓപ്ഷൻസിൽ തന്നെ ബിപിൻ ചന്ദ്രപാൽ, ബാൽ ഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ, ലാലാ ലജ്പത് റായ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഈ ലാൽ ബാൽ പാലിൽ പെടുന്ന 3 പേരാണ് ഇവര്. അതിലല്ലാത്തത് ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ്. അടുത്ത ചോദ്യം ഇതുപോലെ തന്നെ സെയിം റിലേറ്റഡ് ആണ്. ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? മിതവാദിയിൽ പെടാത്തത് ബാൽ ഗംഗാധര തിലക്, WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത. തന്നെ നമ്മൾ പറഞ്ഞുള്ളൂ അല്ലെ, ബാൽ ഗംഗാധര തിലക് ഒക്കെ തീവ്രവാദികളിൽ പെടുന്നതാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ലാഹോർ കോൺഗ്രസ് സമ്മേളനം, അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനം, കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം, 1-ാം വട്ടമേശ സമ്മേളനം. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1929 ലാഹോർ കോൺഗ്രസ് സെഷനിലാണ് പൂർണ്ണ സ്വരാജിന്റെ കാര്യം പറയുന്നത്. അടുത്തത്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? സിവിൽ നിയമലംഘനം, നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, പൂർണ്ണ സ്വരാജ്. അപ്പൊ ഏറ്റവും ആദ്യം നടത്തിയത് ഏതാണ്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ്. അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, നിസ്സഹകരണ സമരം. അടുത്ത ചോദ്യം, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? രാജ് ബിഹാരി ബോസ്, ജയപ്രകാശ് നാരായൺ, സുഭാഷ് ചന്ദ്രബോസ്, ലാലാ ലജ്പത് റായ്. ആരാണ് ഫോർവേഡ് ബ്ലോക്കിന്റെ സ്ഥാപകൻ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ, സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തത്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, BR അംബേദ്കർ, VP മേനോൻ. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എഴുതിയത് VP മേനോൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രവേശം ഏത്? പോണ്ടിച്ചേരി, ദാമൻ, ദിയു, ഗോവ. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്. പോണ്ടിച്ചേരി ആണ് ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം വരുന്നത്.
അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാര്? HN കുൻസ്രു, PN പണിക്കർ, ഫസൽ അലി, KM പണിക്കർ. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. KM പണിക്കരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായിട്ടുള്ള അംഗം. യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആര്? ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യമാണ്. മഹാത്മാഗാന്ധി, രാജാറാം മോഹൻ റായ്, ബാൽ ഗംഗാധർ തിലക്, മിസസ് ആനി ബെസന്റ്. ആരാണ്? ഓപ്ഷൻ എ ആണ്, മഹാത്മാഗാന്ധിയാണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ബക്കീം ചന്ദ്ര ചാറ്റർജി, ദേവേന്ദ്രനാഥ് ടാഗോർ. സിമ്പിൾ ആണല്ലേ? ഓപ്ഷൻ എ ആണ്, രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അടുത്തത്, ദേശീയ ഗീതം ആയ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം, ത്രിപുര കോൺഗ്രസ് സമ്മേളനം, കാക്കിനഡ കോൺഗ്രസ് സമ്മേളനം, അവധി കോൺഗ്രസ് സമ്മേളനം. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് വരിക? വന്ദേമാതരം ആദ്യമായിട്ട് പാടിയത് കൽക്കത്ത കോൺഗ്രസ് സെഷനിലാണ്. 1896 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത്, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? 1:2, 2:3, 2:4, 3:2 ആണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ. അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാ? 3:2 ആണ് അതിന്റെ കറക്റ്റ് റേഷ്യോ വരുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം വരുന്നത്. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ദേവനാഗരി, ഉറുദു, ബംഗാളി, കൊങ്കണി. അപ്പൊ ഈ സത്യമേവ ജയതേ ആക്ച്വലി ഒരു സംസ്കൃതത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അത് എഴുതിയിരിക്കുന്ന ലിപി ദേവനാഗരിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണല്ലേ. ഓപ്ഷൻ ബി കടുവ, എല്ലാവർക്കും അറിയാം. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. അപ്പൊ ഏറ്റവും അവസാനത്തെ മാസ് മൂവ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിയമലംഘന സമരം, നിസ്സഹകരണ സമരം, ക്വിറ്റ് ഇന്ത്യ സമരം, റൗലറ്റ് സത്യാഗ്രഹ സമരം. അപ്പൊ ഇതിൽ ഏതാണ്? ക്വിറ്റ് ഇന്ത്യ ആണല്ലേ ഏറ്റവും അവസാനം നടത്തിയത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. അപ്പൊ ഇത് കേരള ഹിസ്റ്ററി ആയിട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. രാമൻ നമ്പി, മോത്തിലാൽ തെജാവട്ട്, ബിർസ മുണ്ട, രാജാ ജഗന്നാഥ്. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്, രാമൻ നമ്പിയാണ്. അടുത്ത ചോദ്യം, ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി? സുരേന്ദ്രനാഥ് ബാനർജി, മിസസ് ആനി ബെസന്റ്, മഹാത്മാഗാന്ധി, രാജാറാം മോഹൻ റായ്. അപ്പൊ ഇദ്ദേഹത്തെ തന്നെയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ ജേർണലിസം എന്നും അതുപോലെ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നും അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. ഓപ്ഷൻ ഡി ആണ്, രാജാറാം മോഹൻ റായ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല? വിശ്വഭാരതി, അലഹബാദ്, ജാമിയ മിലിയ ഇസ്ലാമിയ, കൊൽക്കത്ത. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വിശ്വഭാരതി സർവകലാശാലയാണ് ആര്? രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ചത്. അടുത്തത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? ഇത് ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1929, 1921, 1919, 1942. അപ്പം 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ഓർത്തു വെച്ചോളൂ, ഇയർ മറക്കരുത്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി എന്നും പറയും. അത് ആരുടെ സംഭാവനയാണ്? ലാലാ ലജപത് റായ്, ദാദാബായ് നവറോജി, ബാൽ ഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദാദാബായ് നവറോജിയാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി അഥവാ ചോർച്ചാ സിദ്ധാന്തം സംഭാവന ചെയ്തത്. സാരേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആര്? അൽതാഫ് ഹുസൈൻ ഹാലി, പ്രേംചന്ദ്, സുബ്രഹ്മണ്യ ഭാരതി, അലാമ മുഹമ്മദ് ഇക്ബാൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അലാമ മുഹമ്മദ് ഇക്ബാൽ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി നിയമത്തിന്റെ പേരെന്ത്? റൗലറ്റ് ആക്ട്, വെർണക്കുലർ പ്രസ് ആക്ട്, റെഗുലേറ്റിംഗ് ആക്ട്, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്. അപ്പൊ ഇതാണ് ജാലിയൻ വാലാബാഗിന് കാരണമായിട്ടുള്ള ആ ഒരു സംഭവം അല്ലെ. റൗലറ്റ് ആക്ട് ആണ്, 1919 വന്ന റൗലറ്റ് ആക്ട് ആണ് ഈ ഒരു നിയമം. ശരിയായ ജോഡി കണ്ടെത്തുക. അപ്പൊ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ആര്യ സമാജം, രാജാറാം മോഹൻ റായ്. അപ്പൊ അത് തന്നെ തെറ്റാണ്. ആര്യ സമാജ് ആരാണ്? ദയാനന്ദ് സരസ്വതിയാണ്. ബ്രഹ്മ സമാജാണ് രാജാറാം മോഹൻ റായ് സ്ഥാപിച്ചത്. അപ്പൊ അത് തെറ്റാണ്. ഇനി സ്വരാജ് പാർട്ടി, മോത്തിലാൽ നെഹ്റു ശരിയാണ്. മോത്തിലാൽ നെഹ്റുവും CR ദാസും ആണ് സ്വരാജ് പാർട്ടി ഫൗണ്ട് ചെയ്തത്. സ്വതന്ത്ര പാർട്ടി രാജഗോപാലാചാരി, അതും ശരിയാണ്. രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദ, അതും ശരിയാണ്. അപ്പൊ ഇതിൽ ഒന്ന് മാത്രമേ തെറ്റുള്ളൂ, 2, 3, 4 ശരിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ്. അപ്പം 1907 ആണ് ശരിയാണ്. സൂറത്ത് സ്പ്ലിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി. ശരിയാണോ? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? 1934 24 ബെൽഗാവോൺ സെഷനിലാണ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നത്. അപ്പൊ അത് തെറ്റാണ്. പിന്നെ 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം, അത് ശരിയാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് 1, 2, 4 മാത്രം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്.
അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ. അപ്പൊ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ് കേട്ടോ. വന്ദേ മാതരമായിട്ട് ബന്ധപ്പെട്ട് ശരിയായവ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. അത് ശരിയാണ്. ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. ഹിന്ദിയാണോ? അല്ലല്ലോ, സംസ്കൃതത്തിലാണ് എഴുതിയത്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. അപ്പൊ അതും ഏകദേശം ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ഡി ആണ് കറക്റ്റ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്ത ചോദ്യം, തേബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ഹൈദരാബാദ്, ബോംബെ, ബീഹാർ, ബംഗാൾ. അപ്പൊ തേബാഗ തെലങ്കാന എപ്പോഴും നമുക്ക് ഒരുമിച്ച് കേൾക്കുമ്പോൾ പെട്ടെന്ന് സൗത്ത് ഇന്ത്യയിലാണെന്ന് തോന്നും. പക്ഷെ തേബാഗ സമരം ബംഗാളിലാണ് നടന്നത്. പിന്നെ അതിനുശേഷമാണ് തെലങ്കാന സമരം നടക്കുന്നത്. അപ്പൊ ഇത് എപ്പോഴും കോംബോ ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് കേൾക്കുമ്പോൾ തേബാഗ തെലങ്കാന എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സൗത്ത് ഇന്ത്യയിലാണെന്ന് തോന്നും. അപ്പൊ അങ്ങനെ തെറ്റിക്കരുത്. സൗത്തിലല്ല, തേബാഗ ബംഗാളിലാണ് കേട്ടോ. അടുത്തത്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, സ്വാമി ദയാനന്ദ സരസ്വതി, രാജാറാം മോഹൻ റായ്, സ്വാമി വിവേകാനന്ദ. അപ്പൊ നമുക്കറിയാം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. രാജാറാം മോഹൻ റോയ് ആണ്. അടുത്തത്, ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്? ഗോവ, പോണ്ടിച്ചേരി, ചന്ദ്രാനഗർ, ട്രാൻകിബാർ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ട്രാൻകിബാറിലാണ് ഡെൻമാർക്കുകാരുടെ ആധിപത്യം ഉണ്ടായിരുന്നത്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര്? അക്കാമ ചെറിയൻ, കുട്ടിമാളു അമ്മ, ക്യാപ്റ്റൻ ലക്ഷ്മി, ആനി മസ്ക്രീൻ. കറക്റ്റ് ആൻസർ ആയിരുന്നു INAയുടെ വനിതാ വിഭാഗം നേതാവ് ഓപ്ഷൻ സി ആണ്, ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത്? ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം, ഖേഡ സമരം, നിസ്സഹകരണ സമരം. അപ്പൊ ഇതിൽ ഏതാണ് ആദ്യത്തേത്? ഓപ്ഷൻ എ തന്നെയാണ് അല്ലെ, ചമ്പാരൻ സത്യാഗ്രഹമാണ് 1917. അടുത്തത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ശാശ്വത ഭൂനികുതി നയം, പെർമനന്റ് സെറ്റിൽമെന്റ്, അതുപോലെ ദത്താവകാശ നിരോധന നിയമം, വെർണക്കുലർ പ്രസ് ആക്ട്, റൗലത്ത് നിയമം. അപ്പൊ ഇതിൽ ഏതാണ്? ഓപ്ഷൻ ഡി, റൗലറ്റ് ആക്ട് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ HRA എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാര്? ഈ HRA ആക്ച്വലി ഫൗണ്ട് ചെയ്തത് ആരാ? റവല്യൂഷണറികളായിട്ടുള്ള ആളുകളായിരുന്നു. ആ സമയത്തെ റവല്യൂഷണറീസ് ആണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ഫോം ചെയ്തത്. ഓപ്ഷൻസ് നോക്കാം. ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, ഉദ്ധം സിംഗ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ, അതായത് ഇതുമായിട്ട് ബന്ധമില്ലാത്തത് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്, അത് ഉദ്ധം സിംഗ് ആണ്. ഉദ്ധം സിംഗ് എപ്പോഴാണ് ഫേമസ് ആയത്? നമ്മുടെ ജാലിയൻ വാലാബാഗിന്റെ കാരണക്കാരനായിട്ടുള്ള മൈക്കിൾ ഒഡയറിന് അദ്ദേഹത്തിനെ അവിടെ ചെന്ന് വധിക്കുക, ആ ഒരു സീക്വൻസിലാണ് ഉദ്ധം സിംഗ് വരുന്നത്. അപ്പൊ ഇവിടെ HRA ആയിട്ട് ബന്ധമില്ലാത്തത് ഉദ്ധം സിംഗ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആര്? ഗാന്ധിജി, അംബേദ്കർ, ദാദാഭായ് നെഹ്റു. അപ്പൊ ഇതിൽ ആരാണ്? ഓപ്ഷൻ ബി, അംബേദ്കർ ആണ് കറക്റ്റ് ആൻസർ. ഗാന്ധിജിയും അതുപോലെ തന്നെ INCയും കോൺഗ്രസും മറ്റ് 2 സമ്മേളനങ്ങളും ബഹിഷ്കരിച്ചു. ആകെ 1931 രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ് അവർ പങ്കെടുത്തത്. പരുത്തി നെയ്ത്തുകാരുടെ ഇല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണിത്? ഡൽഹൌസി പ്രഭു, ലിട്ടൺ പ്രഭു, വില്യം ബെന്റിക്, മൗണ്ട് ബാറ്റൻ പ്രഭു. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വില്യം ബെന്റിക് ആണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക. ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. അപ്പൊ ഇതിൽ ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ ആണെന്ന് നമുക്കറിയാം. അപ്പൊ തന്നെ നമുക്ക് 2ഉം 3ഉം തെറ്റാണെന്ന് പറയാം. ആകെ ഒരു സ്റ്റേറ്റ്മെന്റേ ശരിയുള്ളൂ, സ്റ്റേറ്റ്മെന്റ് 1. അപ്പൊ ഓപ്ഷൻ ബി ആണ് 1 മാത്രം ശരി. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം. അപ്പം ഈ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി ദാദാഭായ് നവറോജി ഏത് പുസ്തകത്തിലാണ് എഴുതിയത്? ഇന്ത്യൻ അൺട്രസ്റ്റ്, ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ, ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ, ഇന്ത്യൻ സ്ട്രഗിൾ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന? സത്യശോധക് സമാജ്, തിയോസഫിക്കൽ സൊസൈറ്റി, അലിഗഡ് പ്രസ്ഥാനം, പ്രാർത്ഥനാ സമാജം. അപ്പൊ ഇതിലേതാ കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണല്ലേ, അലിഗഡ് പ്രസ്ഥാനമാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ? അമൃത് ബാസാർ പത്രിക, സ്വദേശി ചിത്രം, മിറാത്തുൽ അക്ബർ, സമ്പദ് കൗമുദി. അപ്പൊ ഇതിൽ 3ഉം 4ഉം മിറാത്തുൽ അക്ബറും സമ്പദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയിന്റെ വരുന്നത്. കറക്റ്റ് ആൻസർ ഇതാ ഓപ്ഷൻ ബി ആണ്, 3ഉം 4ഉം. രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണെന്നാണ് ചോദ്യം. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ബടാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ. അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. 1848 ദത്തബഹാര നയപ്രകാരം, ദത്തബഹാരം എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ഡോക്ടറിൻ ഓഫ് ലാബ്സ്, അപ്പൊ അത് പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യം?
ഹൈദരാബാദ്, തിരുവിതാംകൂർ, സത്താറ, മൈസൂർ. അപ്പൊ ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സത്താറയാണ് ആദ്യമായിട്ട് അവർ പിടിച്ചെടുത്തത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ കൗൺസിൽ നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി 1861 പോർട്ട്ഫോളിയോ സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? വെല്ലസ്ലി പ്രഭു, മിന്റോ പ്രഭു, കോൺവാലിസ് പ്രഭു, കാനിങ് പ്രഭു. ഇതിലേതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണല്ലേ, കാനിങ് പ്രഭു ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് 1862 കൗൺസിലിലേക്ക് ലോർഡ് കാനിങ് നാമനിർദ്ദേശം ചെയ്യാത്തത്? അപ്പൊ ആരെയാണ് നോമിനേറ്റ് ചെയ്യാത്തതെന്നാണ് ചോദ്യം. ബനാറസിലെ രാജാവ്, പട്യാലയിലെ മഹാരാജാവ്, മൈസൂരിലെ മഹാരാജാവ്, സർ ദിനകർ റാവു. അപ്പൊ ഇതിൽ അദ്ദേഹം നോമിനേറ്റ് ചെയ്യാത്തത് മൈസൂരിലെ മഹാരാജാവിനെയായിരുന്നു കേട്ടോ. അടുത്തത്, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ഇലക്ട്രേറ്റ് ഏർപ്പെടുത്തിയ നിയമം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892, ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം 1947, മിന്റോ മോർലി പരിഷ്കരണ നിയമം 1909. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി അല്ലേ, മിന്റോ മോർലി റിഫോംസ് ആണ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊണ്ടുവന്നത്. ഡയാർക്കി സമ്പ്രദായ ഭരണം നടപ്പിലാക്കിയത് ആരാണ്? ആക്ഷൻ പ്രഭു, മോണ്ടേഗ്യൂ ചെംസ്ഫോർഡ് ആണ് കേട്ടോ. ഇവിടെ തെറ്റാണ് എഴുതിയിരിക്കുന്നത്. മോണ്ടേഗ്യൂ ചെംസ്ഫോർഡ്, കോൺവാലിസ് പ്രഭു, മൗണ്ട് ബാറ്റൻ പ്രഭു. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഡയാർക്കി സിസ്റ്റം കൊണ്ടുവന്നത് മോണ്ടേഗ്യൂ ചെംസ്ഫോർഡ് ആണല്ലേ. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടിയെടുക്കുമെന്ന് പറഞ്ഞത് ആരാണ്? ബാൽ ഗംഗാധര തിലക്, ഭഗത് സിംഗ്, വി ഡി സവർക്കർ, ബിപിൻ ചന്ദ്രപാൽ. അപ്പൊ ഇതും ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ബാൽ ഗംഗാധര തിലകാണ്. അടുത്ത ചോദ്യം, ഏത് ഹൗസിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ അവതരിപ്പിച്ചത്? ഹൗസ് ഓഫ് കോമൺസ്, ഹൗസ് ഓഫ് ലോർഡ്സ്, ബ്രിട്ടീഷ് കൗൺസിൽ, ഫെഡറൽ ലെജിസ്ലേച്ചർ. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഹൗസ് ഓഫ് കോമൺസ് ആണ്. നമ്മൾ ഇന്ന് ലോക്സഭ എന്ന് പറയുന്നതിന്റെ ഒരു രൂപം, അതാണ് ഹൗസ് ഓഫ് കോമൺസ്. ഹൗസ് ഓഫ് ലോർഡ്സ് ആണ് രാജ്യസഭ. അപ്പൊ ഹൗസ് ഓഫ് കോമൺസിലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ അവതരിപ്പിച്ചത്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ അനന്ത, ഓപ്പറേഷൻ സഫേദ് സാഗർ, ഓപ്പറേഷൻ മേഘദൂത്. അപ്പൊ കറക്റ്റ് ആൻസർ എന്താ? ഓപ്പറേഷൻ സഫേദ് സാഗർ ആണ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സാമ്പത്തിക ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം അർത്ഥശൂന്യമാണെന്ന് അംബേദ്കർ വിശ്വസിച്ചു. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മുതലാളിത്തത്തിലും ഭൗതികവാദത്തിലും അധിഷ്ഠിതമായ ഒരു ലിബറൽ സാമ്പത്തിക വ്യവസ്ഥയെ സ്വാമി വിവേകാനന്ദൻ പിന്തുണച്ചു. അത് തെറ്റാണല്ലേ. അങ്ങനെ ഒരു വ്യവസ്ഥയെ സ്വാമി വിവേകാനന്ദൻ പിന്തുണച്ചിട്ടില്ല. പിന്നെ സുഭാഷ് ചന്ദ്രബോസ് 1942 റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. സുഭാഷ് ചന്ദ്രബോസ് അല്ല, അംബേദ്കറൈറ്റ് ഐഡിയോളജിയിലാണല്ലേ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ വരുന്നത്. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ആയിട്ട് അതിനൊരു ബന്ധമില്ല. അപ്പൊ സിയും തെറ്റാണ്. അടുത്തത്, നെഹ്റു മതത്തെ അടിസ്ഥാനമാക്കി ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന ആശയം പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ നെഹ്റു ആണോ പ്രോത്സാഹിപ്പിച്ചത്? അല്ല, സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ് ഈ ഒരു 2 നേഷൻ തിയറി പ്രപ്പോസ് ചെയ്യുന്നതും പിന്നെ ജിന്നയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും എൻകറേജ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഫോർത്ത് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പം എ ആണ് ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, താഴെ പറയുന്നവയിൽ ആരാണ് ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിൽ അംഗമല്ലാത്തത്? ലോർഡ് പെത്തിക് ലോറൻസ്, വില്യം ബെന്റിക് പ്രഭു, സർ സ്റ്റാഫോർഡ് ക്രിപ്സ്, എ വി അലക്സാണ്ടർ. അപ്പൊ ഇതിൽ ആരാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിൽ ഇല്ലാത്തത് ആരാ? വില്യം ബെന്റിക് പ്രഭു ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? റീഡിംഗ് പ്രഭു, ഹാർഡിംഗ് പ്രഭു സെക്കൻഡ്, ചെംസ്ഫോർഡ് പ്രഭു, മോണ്ടേഗു പ്രഭു. അപ്പം ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്, ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു അല്ലെ ജാലിയൻ വാലാബാഗ് നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ. ഗാന്ധി ഓൾ ഇന്ത്യ അൺടച്ചബിലിറ്റി ലീഗ് രൂപീകരിച്ച വർഷം? 1925, 1930, 1932, 1935. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ, 1932 ഓൾ ഇന്ത്യ അൺടച്ചബിലിറ്റി ലീഗ് രൂപീകരിക്കുന്നത്. ഹൂ ഫോർമുലേറ്റഡ് ഡ്രെയിൻ തിയറി? വീണ്ടും ചോർച്ചാ സിദ്ധാന്തം ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വി കെ കൃഷ്ണമേനോൻ, ദാദാബായ് നവറോജി, ബാൽ ഗംഗാധര തിലക്, സി ആർ ദാസ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ദാദാബായ് നവറോജി ആണ് ചോർച്ചാ സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറിന്റെ ഫോർമുലേറ്റർ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്താണ്? ഐക്യം, വിശ്വാസം, ത്യാഗം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഐക്യം, വിശ്വാസം, നേടിയെടുക്കുക, പ്രപഞ്ചം മുഴുവൻ ഒരു കുടുംബമാണ്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, ഐക്യം, വിശ്വാസം, ത്യാഗമാണ് കറക്റ്റ് ആൻസർ വരുന്നത്. സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? ഗോപാൽ കൃഷ്ണ ഗോഖലെ,
ബാൽ ഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, BD സവർക്കർ. അപ്പൊ ആരാണ് സെർവൻസ് ഓഫ് ഇന്ത്യ എന്ന സൊസൈറ്റി രൂപീകരിച്ചത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഗോപാൽ കൃഷ്ണ ഗോഖലെ. ഗുപ്ത കാലഘട്ടത്തിൽ പട്ടണങ്ങളുടെ ഭരണത്തിന്റെ ഉത്തരവാദിത്വം ആർക്കായിരുന്നു? തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, കേന്ദ്ര നിയമിത പർപ്പൽ, പ്രാദേശിക കൗൺസിൽ, പാരമ്പര്യ ഭരണാധികാരികൾ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, കേന്ദ്ര നിയമിത പർപ്പൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം. അപ്പം ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നിയമലംഘനം, ക്വിറ്റ് ഇന്ത്യ, നിസ്സഹകരണ സമരം, നാവിക കലാപം. അപ്പൊ ഇതിൽ ആദ്യം വരുന്നത് ഏതാണ്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് തന്നെയാണ്, നിസ്സഹകരണ സമരമാണ് ആദ്യത്തേത്. അടുത്ത ചോദ്യം, ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, അഖിലേന്ത്യാ കിസാൻ സഭ, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഇന്ത്യൻ നാഷണൽ ആർമി. അപ്പം ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി അല്ലേ, ഇന്ത്യൻ നാഷണൽ ആർമിയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. എവിടെയാണ് ആനി ബെസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത്? ന്യൂഡൽഹി, കൽക്കത്ത, മദ്രാസ്, ജയ്പൂർ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മദ്രാസ് ആണ് വരുന്നത്. അടുത്ത ചോദ്യം, 1913 തുടങ്ങിയ ഖദാർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഗാന്ധിജി, ലാല ഹർദയാൽ, ലാല ലജ്പത് റായ്, ജവഹർലാൽ നെഹ്റു. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് അല്ലെ. കുറെ ലാല കാണുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, ലാല ഹർദയാൽ ആണ് ഖദാർ മൂവ്മെന്റിന്റെ നേതാവ്. താഴെ പറയുന്നവയിൽ ബാൽ ഗംഗാധർ തിലകിന്റെ ജേണൽ ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ, ഇന്ത്യൻ മിറർ, യങ് ഇന്ത്യ, മറാത്ത. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ വരുന്നത്? മറാത്തയാണ് ബാൽ ഗംഗാധർ തിലകിന്റെ ജേണൽ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, കുറെ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്തിട്ടുള്ള വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്. ആരാണ്? അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ആണ് റൈറ്റ് ആൻസർ. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി പങ്കെടുത്തത് ഏതാണ്? സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ് കേട്ടോ. അതിലാണ് മഹാത്മാഗാന്ധി പങ്കെടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ലോർഡ് മൗണ്ട് ബാറ്റൻ, ലോർഡ് കാനിങ്, ലോർഡ് വേവൽ, ലോർഡ് ലിൻലിത്ഗോ. അപ്പം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ലോർഡ് ലിൻലിത്ഗോ ആണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1918, 1930, 1919, 1917. അപ്പം ഇത് ആദ്യത്തെ, ഗാന്ധി ഇന്ത്യയിൽ വന്നിട്ട് ആദ്യത്തെ നേതൃത്വം വഹിച്ച സത്യാഗ്രഹമാണ്. 1917 ഇത് നടക്കുന്നത്. അടുത്തത്, ഗ്രാമീണ ചെണ്ടക്കാരൻ, വില്ലേജ് ഡ്രമ്മർ ആരുടെ ചിത്രമാണ്? രാജാ രവിവർമ്മ, അപനീന്ദ്രനാഥ് ടാഗോർ, നന്ദലാൽ ബോസ്, അമൃത ഷേർഗിൽ. അപ്പം കറക്റ്റ് ആൻസർ ആരാണ്? ഓപ്ഷൻ സി ആണ്, നന്ദലാൽ ബോസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ദത്താവകാശ നിരോധന നിയമം, പ്രാദേശിക ഭാഷാ പത്ര നിയമം, റൗലറ്റ് ആക്ട്. ഇതൊന്നുമല്ല. നമുക്ക് തന്നെ ഉത്തരം അറിയാലോ, ഒബ്വിയസ് ആണ് ഓപ്ഷൻ സി, റൗലറ്റ് ആക്ട്. അടുത്ത ചോദ്യം, ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം. മഹൽവാരി വ്യവസ്ഥ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അതിനെ തന്നെയാണ് ജമീന്ദാരി അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. റൈറ്റ്വാരി വ്യവസ്ഥ, ഇതൊന്നുമല്ല. അപ്പൊ ബംഗാൾ, ബീഹാർ, ഒറീസ അവിടെ ആരാണ്? ഇതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്, പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി. VP മേനോൻ, ജോൺ മത്തായി, VK കൃഷ്ണമേനോൻ, KM പണിക്കർ. ഇതും ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, KM പണിക്കർ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്കുശാലകൾ, സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ ദുർഗാപൂർ ബ്രിട്ടൻ, അത് കറക്റ്റ് ആൻസർ ആണല്ലേ. ഇനി ബൊക്കാറോ അമേരിക്ക. ബൊക്കാറോ അമേരിക്ക ആണോ? അല്ല, സോവിയറ്റ് യൂണിയൻ ആണ്. ബൊക്കാറോ സോവിയറ്റ് യൂണിയന്റെ സ്പോൺസർഷിപ്പിലാണ് അല്ലെങ്കിൽ അതിന്റെ ഹെൽപ്പ് അസിസ്റ്റൻസിലാണ് ഇവിടെ വരുന്നത്. ഇനി റൂർക്കേല ജപ്പാൻ. റൂർക്കേല ജപ്പാൻ അല്ല, ജർമ്മനിയാണ്. അപ്പൊ അതും തെറ്റാണ്. അടുത്തത് ഭിലായി സോവിയറ്റ് യൂണിയൻ, അത് ശരിയായിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ജോഡികൾ 1ഉം 4ഉം ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following statement is or are correct with respect to the civil disobedience movement? അപ്പൊ നിയമലംഘന പ്രസ്ഥാനത്തിനോട് അടിസ്ഥാനമാക്കിയിട്ട് ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. The movement was proposed in Lahore Congress of 1929. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഗാന്ധിജി announced an 11-point ultimatum for Lord Irwin to abstain from the movement. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്.
ആഫ്റ്റർ ദ ഗാന്ധി-ഇർവിൻ പാക്ട് കോൺഗ്രസ് എഗ്രീഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അത് ശരിയാണോ? തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലല്ല അല്ലെ, സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് പോവാൻ അവർ എഗ്രി ചെയ്തത്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദ മൂവ്മെന്റ് കുഡ് നോട്ട് അച്ചീവ് എനിത്തിങ് സബ്സ്റ്റൻഷ്യൽ. അപ്പൊ സബ്സ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് നേടിയിട്ടില്ല. അപ്പൊ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ തേർഡ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ 1, 2 and 4 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ബർദോളി, ചമ്പാരൻ, ഖേഡ, അഹമ്മദാബാദ്. ഇതിൽ ഏതാണ് ആദ്യകാല സമരങ്ങൾ? ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ് ആണ് അല്ലെ. 1918 ആ ഒരു സമയത്ത് 17-18 സമയത്ത് നടക്കുന്നത് അതാണ്. ബർദോളി 1928 നടക്കുന്നത്. അപ്പൊ അതാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത്. അപ്പം 2, 3, 4 വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലണ്ടൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചു. കോൺഗ്രസിലെ തീവ്രവാദി നേതാവായിരുന്നു. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചു. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? തെറ്റായിട്ടുള്ളത് ഏതാണ്? സെക്കൻഡ് ആണ്. തീവ്രവാദി അല്ലായിരുന്നു, അദ്ദേഹം എന്താണ്? മിതവാദിയായിരുന്നു. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാ, ബാക്കി 3ഉം ശരിയാണ്. അപ്പൊ 1, 3, 4 വരുന്ന ഓപ്ഷൻ ഏത്? ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായവ. മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി, മോത്തിലാൽ നെഹ്റു ആൻഡ് CR ദാസ്, ലാലാ ലജ്പത് റായ്, ബാൽ ഗംഗാധർ തിലക്, രവീന്ദ്രനാഥ് ടാഗോർ ആൻഡ് സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് വരിക? ഓപ്ഷൻ എ ആണ്. അലി ബ്രദേഴ്സ് എന്നാണല്ലോ അവർ അറിയപ്പെടുക, മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. പിന്നെ മോത്തിലാൽ നെഹ്റു ആൻഡ് CR ദാസ് എന്താണ്? സ്വരാജ് പാർട്ടി സ്ഥാപിച്ചവരാണ് കേട്ടോ. ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? ജോസഫ് നോയൽ പേറ്റൻ, തോമസ് ജോൺസ് ബാർക്കർ, അമൃത ഷെർഗിൽ, നന്ദലാൽ ബോസ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ജോസഫ് നോയൽ പേറ്റൻ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരാണ്? അപ്പം ഹോം റൂളുമായിട്ട് ബന്ധമുള്ളത് ആരൊക്കെയെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ആനി ബെസന്റ്, ഡേവിഡ് ഹാരെ, S സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക്. അപ്പൊ ഇതിൽ ബന്ധമില്ലാത്ത ഒരാൾ ഡേവിഡ് ഹാരെയാണ്. അപ്പം ആ 2 തന്നെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബാക്കി 3 പേരും ഹോം റൂളായിട്ട് ബന്ധമുള്ളവരാണ്. ഡേവിഡ് ഹാരെ കുറച്ചും കൂടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു ഡേവിഡ് ഹാരെ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇതൊരു കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് വന്നതാണ് കുറെ പേർക്ക്. വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉറുദു പത്രം, ഉറുദു മാസിക, ബംഗാളി പത്രം, ബംഗാളി മാസിക. പക്ഷെ ആക്ച്വലി എല്ലാവരും വന്ദേ മാതരം ആ പാട്ട് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ, ആ ഗീതം മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ ഉറുദു പത്രം കൂടിയാണ് വന്ദേ മാതരം. ലാലാ ലജ്പത് റായ് ആണ് അതിന്റെ ഫൗണ്ടർ. അപ്പം വന്ദേ മാതരം എന്ന് പറയുന്നത് ഒരു ഉറുദു പത്രം കൂടിയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആര്യ സമാജം സ്ഥാപിച്ചു, അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ബ്രഹ്മ സമാജം അദ്ദേഹം അല്ലല്ലേ, രാജാറാം മോഹൻ റോയ് ആണ്. അപ്പൊ അത് തെറ്റാണ്. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു, അതും ശരിയാണ്. 1875 ബോംബെയിൽ ജനിച്ചു, അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം 1875 ബോംബെയിൽ വെച്ചിട്ടാണ് ആര്യ സമാജം സ്ഥാപിക്കുന്നത്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് 2 സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ഈ ഓപ്ഷൻസിൽ മിസ്റ്റേക്ക് വന്നതുകൊണ്ട് ഈ ചോദ്യം ക്യാൻസൽ ഔട്ട് ആയിട്ട് പോവാണ് ഉണ്ടായത്. ശരിക്കും 2ഉം 4 ആണ് ഇതിന്റെ ഉത്തരം വരേണ്ടത്. ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് അത് 2ഉം ആണ് കേട്ടോ. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യ സമരസമയത്ത് പറഞ്ഞ ഒരു സ്ലോഗനാണ്. അതുപോലെ ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ചാനാർ ലഹള. അപ്പൊ ഇതില് ഗാന്ധിയുമായിട്ട് ബന്ധമില്ലാത്തത് ചാനാർ ലഹള മാത്രമേ ഉള്ളൂ. ബാക്കി 3ഉം ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏതു സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ഒറ്റപ്പാലം, സൂറത്ത്, അമരാവതി, ഹരിപുര. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? അമരാവതി സെഷനിലാണല്ലേ അദ്ദേഹം അധ്യക്ഷത വഹിച്ചത്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, അമരാവതി. അടുത്ത ചോദ്യം, APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? അപ്പം തെറ്റായതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. അപ്പം കുംഭകോണത്താണോ? അല്ല, രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത്. അപ്പൊ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. അഗ്നിസാക്ഷി അല്ല അല്ലെ, അഗ്നി ചിറകുകളാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം, അതായത് വിങ്സ് ഓഫ് ഫയർ. അപ്പൊ ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ 1ഉം 4ഉം ആണ് ശരിയായിട്ട് വരുന്നത്. തെറ്റ്
2ഉം 3ഉം ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആര്? CR ദാസ്, സുഭാഷ് ചന്ദ്രബോസ്, പോറ്റി ശ്രീരാമുലു, VP മേനോൻ. അപ്പൊ അതിൽ ആരാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി, VP മേനോൻ ആണ് അല്ലേ. ഇനി പറയുന്ന വാക്യങ്ങൾ വായിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പൊ ശരിയായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 1757 പ്ലാസി യുദ്ധത്തിൽ ബംഗാളിൽ തുടങ്ങി ഇന്ത്യൻ പ്രദേശത്തിന്റെ വിപുലീകരണത്തിൽ ബ്രിട്ടീഷുകാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. പ്ലാസി യുദ്ധത്തിന് ശേഷം പിന്നെ അങ്ങോട്ടേക്ക് എന്താണ്? എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് ടെറിട്ടറീസ്. അതായിരുന്നു അവരുടെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്തത്, ലോർഡ് കോൺവാലിസ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം വിപുലീകരിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. അപ്പൊ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ആരായിരുന്നു? കോൺവാലിസ് അല്ലായിരുന്നു, ഡാൽഹൌസി പ്രഭു ആയിരുന്നു. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത്, ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നാണ് ചാൾസ് മെറ്റ്കാഫ് അറിയപ്പെടുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് വിളിക്കാറുണ്ട്. അപ്പം ഇന്ത്യൻ ന്യൂസ് പേപ്പറിന്റെ പിതാവ് ആണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ജേർണലിസത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. അപ്പൊ ഇതിൽ 1ഉം 3ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ ദ അമരാവതി കോൺഫറൻസ്? AO ഹ്യൂമ, K കേളപ്പൻ, C ശങ്കരൻ നായർ, സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ, ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, C ശങ്കരൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് മാർട്ടിർ ഓഫ് ഫ്രീഡം സ്ട്രഗിൾ ഇൻ സൗത്ത് ഇന്ത്യ? ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തില്. അപ്പം T പ്രകാശം, വാഞ്ചി അയ്യർ, VO ചിദംബരം, കട്ടബൊമ്മൻ. ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി, വാഞ്ചി അയ്യർ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടും ഡിഫറെന്റ് ആണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എതിർത്തല്ലോ, സോൾട്ട് ലോ ഒക്കെ വയലേറ്റ് ചെയ്തല്ലോ. അപ്പൊ അതും ശരിയാണ്. രണ്ടും ശരിയാണ് എന്നുള്ളതാണ് ഇവിടെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരളം, കർണാടകം, തമിഴ്നാട്, മഹാരാഷ്ട്ര. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മഹാരാഷ്ട്ര. അത് ഫൗണ്ട് ചെയ്തത് DK കാർവേ ആണ് 1916. അടുത്ത ചോദ്യം, സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവും ബാൽ ഗംഗാധർ തിലകും റാനഡയും ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും. പിന്നെയും ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് കേട്ടോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, CR ദാസും മോത്തിലാൽ നെഹ്റുവും. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ലീഡർ ഓഫ് റിവോൾട്ട് ഓഫ് 1857, അതുപോലെ സെന്റേഴ്സ് ഓഫ് റിവോൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നാനാ സാഹിബ്, മൗലവി അഹമ്മദുള്ള ഷാ, ബഹാദൂർ ഷാ സെക്കൻഡ്, ബീഗം ഹസ്രത് മഹൽ കൊടുത്തിട്ടുണ്ട്. അപ്പത്തെ സൈഡിൽ നമുക്ക് ഡൽഹി, കാൺപൂർ, ലക്നൗ, ഫൈസാബാദ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നാനാ സാഹിബ് എവിടെയാണ് ഇവിടെ വരുന്നത്? നാനാ സാഹിബ് കാൺപൂർ ആണ്. അതുപോലെ മൗലവി അഹമ്മദുള്ള ഷാ ഫൈസാബാദ് ആണ്. ബഹാദൂർ ഷാ സെക്കൻഡ് ഡൽഹി ആണ്. ബീഗം ഹസ്രത് മഹൽ ലക്നൗ ആണ്. അപ്പൊ ഇത് മാച്ച് ചെയ്ത് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. 1B, 2D, 3A, 4C. അതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ്? അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ദ പബ്ലിക് ഇൻക്ലൂഡിംഗ് വുമൻ ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ് ഓൺ ദ സ്ട്രീറ്റ്സ്. അപ്പൊ വിദേശ വസ്ത്രങ്ങൾ തെരുവിലിട്ട് കത്തിച്ചു. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫാമേഴ്സ് ഇൻ UP refused to carry the luggage of colonial officials. കൊളോണിയൽ ഭരണാധികാരികളുടെ ഒക്കെ ലഗേജ് ക്യാരി ചെയ്യാനൊക്കെ ഇവർ റിഫ്യൂസ് ചെയ്തു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ചൗരി ചൗര ഇൻസിഡന്റ് took place in 1922 in ഗുജറാത്ത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഗുജറാത്തിലല്ല, ചൗരി ചൗര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? UP-യിലാണ്, ഉത്തർപ്രദേശിലാണ്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈസ്രോയ് annexed Oudh on the grounds of misrule in 1856? ലോർഡ് വെല്ലസ്ലി, ലോർഡ് കോൺവാലിസ്, ലോർഡ് ഹാസ്റ്റിംഗ്സ്, ലോർഡ് ഡാൽഹൌസി. അപ്പൊ ആരാണ് അവധ് പിടിച്ചെടുത്തത്? ആരായിരുന്നു? ഓപ്ഷൻ ഡി, ഡാൽഹൌസി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഹു വാസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഓഫ് ബംഗാൾ നാഷണൽ കോളേജ് എസ്റ്റാബ്ലിഷ് ഡ്യൂറിംഗ് ദ സ്വദേശി മൂവ്മെന്റ്? അപ്പൊ ബംഗാൾ നാഷണൽ കോളേജിലെ ആദ്യത്തെ പ്രിൻസിപ്പൽ ആരായിരുന്നു എന്നാണ് ചോദ്യം. ബിപിൻ ചന്ദ്രപാൽ, ശ്രീ അരബിന്ദോ ഘോഷ്, ആചാര്യ പ്രഫുല്ല ചന്ദ്ര റായ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി, അരബിന്ദോ ഘോഷ് ആയിരുന്നു ആദ്യത്തെ പ്രിൻസിപ്പാല്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. അപ്പൊ ഇതൊക്കെ ആരെ പറ്റിയാണ് പറയുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്
1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ആരാണിത്? വി ഗിരി, KM പണിക്കർ, C ശങ്കരൻ നായർ, VP മേനൻ. ആരാണ്? ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ, VP മേനൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്? ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. അപ്പൊ ഇതിൽ ഉൾപ്പെടാത്തത് മൗണ്ട് ബാറ്റൺ പ്ലാനിൽ അദ്ദേഹം പറയാത്തത് ഓപ്ഷൻ 1 മാത്രമാണ്. A ആണ് കറക്റ്റ് ആൻസർ, 1 മാത്രം. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണെന്നാണ്? രണ്ടാം വട്ടമേശ സമ്മേളനം, ക്യാബിനറ്റ് മിഷൻ, ആഗസ്റ്റ് ഓഫർ, ക്രിപ്സ് മിഷൻ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ D ആണ്, ക്രിപ്സ് മിഷനെയാണ് പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. In which session of INC decided to observe 26 January of every year as Independence Day? നാഗ്പൂർ സെഷൻ, ലാഹോർ സെഷൻ, ബോംബെ സെഷൻ, അമരാവതി സെഷൻ. അപ്പൊ ഏത് INC സെഷനിലാണ് ജനുവരി 26 ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട്, സ്വാതന്ത്ര്യ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുമെന്ന് തീരുമാനിച്ചത്? ഓപ്ഷൻ B, ലാഹോർ സെഷനിൽ വെച്ചിട്ടാണല്ലേ, 1929 ലാഹോർ സെഷനിൽ. അടുത്ത ചോദ്യം, വാജിദ് അലി ഷാ, ദ റൂളർ ഓഫ് വിച്ച് വൺ ഓഫ് ദ സ്റ്റേറ്റ്സ് വാസ് റിമൂവ്ഡ് ഫ്രം പവർ ബൈ ബ്രിട്ടീഷ് ഇൻ ദ നെയിം ഓഫ് മിസ്റൂൾ അറ്റ് ദ ടൈം ഓഫ് 1857 റിവോൾട്ട്? അപ്പം വാജിദ് അലി ഷാ ഏത് രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്നു? അവിടെ നിന്നാണ് അദ്ദേഹത്തിനെ റിമൂവ് ചെയ്തത്. അപ്പൊ ഇതിൽ ഏത് രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്നു വാജിദ് അലി ഷാ? അവധ്, ബറൌട്ട്, അര, ഡൽഹി. അദ്ദേഹം അവധിലെ ഭരണാധികാരിയായിരുന്നു കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 ശരിയാണോ? അല്ലല്ലോ, 1919 എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ, 1919 ഏപ്രിൽ 13. അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. അതും ശരിയാണ്. അപ്പൊ ഇതിൽ 1, 3, 4 ശരി എന്നുള്ളതാണ് വരുന്നത്. 1, 3, 4 ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Which of the following is not associated with Lord Ripon? Repeal of the Vernacular Press Act, Second Afghan War, the First Factory Act of 1881, the Arms Act of 1878. അപ്പൊ ഇതിൽ റിപ്പണുമായിട്ട് ബന്ധം ഇല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വെർണക്കുലർ പ്രസ് ആക്ടും അതുപോലെ തന്നെ ഫസ്റ്റ് ഫാക്ടറി ആക്ടും റിപ്പണുമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പൊ 2 and 4 ആണ് ബന്ധമില്ലാത്തത്. ഓപ്ഷൻ D ആണ് അപ്പൊ ആൻസർ വരിക. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ക്രോണോളജിക്കലി അറേഞ്ച്ഡ്? അപ്പൊ ഇത് ക്രോണോളജിക്കലി കാലക്രമത്തിൽ അടയാളപ്പെടുത്താനാണ് കേട്ടോ. നെഹ്റു റിപ്പോർട്ട് റെക്കമെൻഡ്സ് പ്രിൻസിപ്പിൾസ് ഫോർ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ നെഹ്റു റിപ്പോർട്ട് ഏതാണ്? 1928 വരുന്നത്. പിന്നെ മീററ്റ് കോൺസ്പിറസി കേസ്, മീററ്റ് കോൺസ്പിറസി 1929 അടുത്തത് കമ്മ്യൂണൽ അവാർഡ് ബൈ റാംസെ മക്ഡൊണാൾഡ്. കമ്മ്യൂണൽ അവാർഡ് 1932 ആണ്. അപ്പം ഈ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ തന്നെയാണ് വരിക. 1, 2, 3 തന്നെയാണ് കറക്റ്റ് ഓർഡർ. ഓപ്ഷൻ A ആണ്. 28, 29 അതുപോലെ 32 എന്നാണ് ആ ഓർഡർ വരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്തു. ഇനിയും കുറച്ചും കൂടെ PYQs നമ്മൾ കമ്പൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ നെക്സ്റ്റ് ഒരു സെക്കൻഡ് പാർട്ടും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.